ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ യാത്രയെന്ന് പറയുമ്പോൾ ഒരു അല്പം വേദന ഉള്ളൊരു യാത്രയാണ്. അത് നമുക്ക് ആമിക്കുട്ടിക്ക് 5 വയസ്സായി. അപ്പോൾ ആമിക്കുട്ടിക്ക് 5 വയസ്സിൻ്റെ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ബിനീഷേട്ടനാണ് വന്നത്. ബിനീഷേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ദേ ആശുപത്രിയിലെത്തി. പെരിയാർ ചുരക്കുളത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ദേ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല കുഞ്ഞു പിള്ളേരെല്ലാവരും ഇവിടെ ബുധനാഴ്ചകളിലാണ് ഇപ്പോൾ കുത്തിവെപ്പും മരുന്ന് കുത്തിവെപ്പ് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാം ഉള്ളത്. അപ്പോൾ ഇതേ ആമിക്കുട്ടിക്കും ഞാൻ ഒരു ചീട്ടൊക്കെ എടുത്ത് ഇതേണ്ട അവർ നമ്മുടെ മറ്റേ ആ ഒരു ബുക്ക്, ഈ അമ്മയുടെയും കൊച്ചിൻ്റെയും പടമുള്ളൊരു ബുക്കും ഒക്കെ, പിന്നെ ആധാർ കാർഡും എല്ലാം, എൻ്റെ ആധാർ കാർഡുമായിട്ട് എല്ലാവരും നോക്കുന്നൊക്കെയുണ്ട്. ഇതാണ് ആമിക്കുട്ടൻ്റെ ബുക്ക്, പഴയതാണ്, 5 വർഷം പഴക്കമുണ്ടല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ പിന്നെ ആമിയുടെ വെയിറ്റ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതേ വെയിറ്റൊക്കെ നോക്കി 13 കിലോ ഉള്ളു. ആമിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് വെയിറ്റൊക്കെ നിൽക്കുന്നത്. പിന്നെ പൊക്കം നോക്കി, അതേ നല്ല തിരക്കുണ്ട്. എല്ലാം ഈ ഒരു ദിവസമായതുകൊണ്ട് കുഞ്ഞു പിള്ളേർ കുത്തിവെക്കാനും വൈറ്റമിൻ എ കുടിക്കാനും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്ത്. ആമിക്കുട്ടിക്ക് സമയമാകും തോറും ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ കുത്തിവെപ്പ് അത് ഞങ്ങൾ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാട്ടോ. നല്ല കരച്ചിലായിരുന്നു. സൂചി എടുത്തപ്പോഴേ ആമിക്കുട്ടി കരച്ചിലായിരുന്നു. പിന്നെ കയറി വന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛനോട് ചെന്ന് സങ്കടങ്ങൾ പറയുവാണ്, എന്നോട് വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമോ. കുത്തിവെച്ച് കഴിഞ്ഞപ്പോഴേ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അരമണിക്കൂർ അകത്തിരിക്കുമായിരുന്നു. അപ്പം ഇവളോർത്ത് ബിനീഷേട്ടൻ പോയെന്നോർത്ത് ഭയങ്കര കരച്ചിലായിരുന്നു, അച്ഛയെ കാണണമെന്ന് പറഞ്ഞ്. പിന്നെ ആ വേദനയുടെ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. ഞാൻ ഫ്രഷ് ലൈമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് 3 കട്ട്ലേറ്റൊക്കെ ഓരോ കട്ട്ലേറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി വീട്ടിലൂടെ ഞങ്ങൾ പോവുകയാണ്. വീട്ടിലെത്തിയിട്ട് ഒരു മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. ആ മുട്ടായി തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.